നമസ്കാരം, നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവേശനോത്സവം നടന്നു. 2026 +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പു നൽകാനും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ തന്നെ തുടർന്ന് മികച്ച ജോലികൾ നേടാനും സംരംഭങ്ങൾ ആരംഭിക്കാനും അവസരമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സെക്കൻഡറി പഠനം ഇന്ന് സ്കൂളിനെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അനുഗ്രഹപ്രദമായ നിലയിൽ നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആവശ്യമായ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വിതരണ ഉദ്ഘാടനം സ്കൂളിൽ നടത്തിയിരുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ MLA ഫണ്ടിലോ MP ഫണ്ടിലോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ PTA കമ്മിറ്റിയും സ്കൂളിലെ ടീച്ചേഴ്സും അറിയിച്ചാൽ മതി. ആ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും എൻ്റെ പരിഗണനയുണ്ടാവും. NSSനും ആവശ്യമായ പരിഗണന മുന്നോട്ട് തരുന്നതായിരിക്കും എന്നുകൂടി അവസരത്തിൽ അറിയിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അറിയിച്ചാൽ മതി. കേരളത്തിൽ പുതിയതായി ചുമതലയേറ്റ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നയിക്കുന്ന ഗവൺമെൻറ്റിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി ശ്രീ N ഷംസുദ്ദീൻ അവറുകളാണ് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരും വിദ്യാർത്ഥികൾക്ക് പ്രവേശനോത്സവത്തിൽ ആശംസ നേർന്നിട്ടുണ്ട്. അവരുടെ ആശംസകളൊപ്പം മന്ത്രിസഭയിൽ അംഗമാകുവാൻ നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് MLA ആക്കിയതുകൊണ്ട് എനിക്ക് അവസരം കിട്ടി. കേരള ഗവൺമെൻറ്റിന് വേണ്ടി എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിൻസിപ്പൽ, അധ്യാപകർ, PTA ഭാരവാഹികൾ, സീനിയർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് നവാഗതരെ സ്വീകരിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് PB സജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ P ബിന്ദു സ്വാഗതം ആശംസിച്ചു. സ്കൂളിൻ്റെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ടിങ്കിൾ രാജ് നിർവഹിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബോബി തോമസ്, PTA വൈസ് പ്രസിഡന്റ് മനോജ് KP, മാതൃസംഗമം പ്രസിഡന്റ് ഇന്ദു രമേശ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ R ബിജുകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ബിന്ദു G നായർ നന്ദി രേഖപ്പെടുത്തി. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമാണ് ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ ലൈഫൊക്കെ മാറി അടുത്ത ഒരു ചവിട്ടുപടിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭ ദിശയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇതിനു വേണ്ടി ഈ കാലെടുത്ത് വെക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ ഇപ്പം പഠിക്കുവാനൊക്കെ വന്ന് ഈ 2 വർഷക്കാലം കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് എന്താകണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ നിങ്ങൾ ഉണ്ടാക്കുന്നത്.